വെൽക്കം ടു ജയാസ് ഹോംലി കിച്ചൺ. ഇന്ന് നമുക്ക് റവ പുട്ട് തയ്യാറാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ഞാനിവിടെ 1.5 കപ്പ് റവ എടുത്തു വെച്ചിട്ടുണ്ട്. ആദ്യം നമുക്കിതൊന്ന് ഡ്രൈ റോസ്റ്റ് ചെയ്തെടുക്കാം. റവ മീഡിയം ഫ്ലെയിമിൽ വെച്ച് വേണം വറുത്തെടുക്കാൻ. റവ ഒരുപാട് നിറം മാറുന്നത് വരെയൊന്നും നമുക്ക് വറുത്തെടുക്കേണ്ട ആവശ്യമില്ല. റവ നമ്മൾ ഒരുപാട് വറുക്കുകയാണെങ്കിലും പുട്ട് ഹാർഡായി പോകാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ഒരു 3-4 മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ വെച്ച് റവയുടെ പച്ചമണം മാറിയിട്ട് നല്ലൊരു മണം വരുന്നത് വരെ നമുക്കിതൊന്ന് വറുത്തെടുക്കാം. വറുത്തെടുത്ത റവ ഒരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് അതിൻ്റെ കൂടെ ആവശ്യമുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. ഏകദേശം ഞാനിവിടെ 1.5 കപ്പ് റവയാണ് എടുത്തിട്ടുള്ളത്. 1 കപ്പ് റവയ്ക്ക് നമുക്ക് 1/4 കപ്പോളം വെള്ളം വേണ്ടി വരും. അത്രയും മാത്രമേ ആവശ്യമുള്ളൂ. നമ്മൾ അരിപ്പുട്ട് പോലെ കൂടുതൽ മാവായി പോയാൽ ഈ റവപ്പുട്ട് ഹാർഡായി പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഞാനിവിടെ 1.5 കപ്പ് എടുത്തിട്ടുള്ളതുകൊണ്ട് എനിക്ക് 1/4 കപ്പിനും 1/2 കപ്പിനും ഇടയിലാണ് വെള്ളം വേണ്ടത്. ഇനി ഉപ്പ് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. എടുത്തതിന് ശേഷം കുറച്ച് വെള്ളം ചേർത്ത് ഇതൊന്ന് നനച്ചെടുക്കാം. ആദ്യം കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് ഇതൊന്ന് നനച്ചെടുക്കാം. ഇങ്ങനെ കുറച്ച് വെള്ളം ചേർത്ത് ഞാൻ ഈ റവ ഒന്ന് നനച്ചെടുത്തിട്ടുണ്ട്. നമുക്ക് റവ കാണുമ്പോൾ ഇങ്ങനെ ഒന്ന് ഉരുട്ടാനായിട്ട് പറ്റണം. ഇങ്ങനെ ഒന്ന് പിടിക്കുകയും വേണം, പെട്ടെന്ന് അത് ഉതിർന്നു പോവുകയും വേണം. ഈ ഒരു പരുവത്തിൽ വേണം റവ പുട്ടിനുള്ള മാവ് കുഴച്ചെടുക്കാനുള്ളത്. ഇനി ഇതിൻ്റെ കൂടെ ഞാൻ വളരെ കുറച്ച് തേങ്ങയും കൂടെ ചേർത്ത് ഒന്ന് മിക്സ് ചെയ്ത് വെക്കാറുണ്ട്, കുറച്ചും കൂടെ പുട്ടിന് ഒരു സോഫ്റ്റ്നെസ് കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പം ഇങ്ങനെ തയ്യാറാക്കിയെടുത്ത മാവ് ഞാൻ സാധാരണ ഒരു 10-15 മിനിറ്റ് മാറ്റി വെച്ചിട്ടാണ് തയ്യാറാക്കുന്നത്. അപ്പോൾ നമുക്ക് അത്രയും സമയമില്ല എങ്കിൽ ഇത് ഒരു പ്ലേറ്റ് കൊണ്ട് അടച്ചു വെച്ച് ഫ്രീസറിൽ ഒരു 4-5 മിനിറ്റ് വെച്ചതിന് ശേഷം നമുക്ക് പുട്ട് തയ്യാറാക്കിയെടുക്കാം. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള റവ പുട്ട് കിട്ടും. ഞാനിവിടെ 1/2 കപ്പ് വെള്ളം എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു. അതിൽ നിന്ന് ഇത്രയും ബാക്കിയുണ്ട്. 1/4 കപ്പിലും കൂടുതലായിട്ടുണ്ട്. പക്ഷെ 1/2 കപ്പ് വെള്ളം ആവശ്യമില്ല. റവപ്പുട്ടിൽ വെള്ളം പ്രത്യേകം ശ്രദ്ധിച്ച് വേണം ചേർക്കാനായിട്ട്. പിന്നെ ഈ വറുത്തെടുത്ത റവ ചൂടുള്ളപ്പോൾ തന്നെ നമുക്ക് വെള്ളവും കൂടെ ചേർത്ത് മിക്സ് ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ റവയുടെ ഈ നമ്മൾ വറുത്തെടുക്കുന്നത് കൂടിപ്പോവുകയാണെങ്കിലും റവപ്പുട്ട് ഹാർഡാവാൻ ചാൻസ് ഉണ്ട്. വെള്ളവും ഒരുപാടായാലും റവപ്പുട്ട് ഹാർഡായി പോവും. അപ്പോൾ നമുക്ക് നല്ല ഫൈനായിട്ട് ഇങ്ങനെ ഉതിർത്തിയെടുക്കാൻ പറ്റുന്ന രീതിയിലാണ് റവ കിട്ടിയിട്ടുള്ളത്. ഇത് ഞാനിത് ഫ്രീസറിൽ ഒരു 5 മിനിറ്റ് വെച്ചതിന് ശേഷമാണ് പുട്ട് തയ്യാറാക്കുന്നത്. റവ ഫ്രിഡ്ജിൽ വെച്ചിട്ട് 5 മിനിറ്റ് കഴിഞ്ഞു. നമുക്കിനി പുട്ടിനുള്ള പുട്ടുകുറ്റിയിലേക്ക് മാവ് നിറയ്ക്കാം. ഞാനിവിടെ ചിരട്ട പുട്ടാണ് തയ്യാറാക്കുന്നത്. അതിലേക്ക് നമുക്ക് ആദ്യം കുറച്ച് തേങ്ങ ചേർത്ത് കൊടുക്കാം. അതിൻ്റെ മുകളിലായിട്ട് റവ വെച്ച് കൊടുക്കാം. റവ വെച്ചതിന് ശേഷം മുകളിൽ കുറച്ച് തേങ്ങയും കൂടെ വെച്ച് കൊടുക്കാം. ഇനി നമുക്ക് ഈ പുട്ടൊന്ന് വേവിച്ചെടുക്കാം. നന്നായിട്ട് ആവി വരുന്നുണ്ട്. നമ്മുടെ പുട്ട് തയ്യാറായിട്ടുണ്ട്. ഇനി നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്തിട്ട് ഇതൊരു വിളമ്പുന്ന പാത്രത്തിലേക്ക് മാറ്റാം. അതിനുശേഷം നമുക്ക് ബാക്കിയുള്ള പുട്ടും ഇതുപോലെ തന്നെ തയ്യാറാക്കിയെടുക്കാം. വളരെ സോഫ്റ്റ് ആയിട്ടുള്ള റവ പുട്ട് തയ്യാറായിട്ടുണ്ട്. ഇതെല്ലാവരും തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ.